Hello students, States of Matter in a chapter അടുത്ത questions നമുക്ക് ഡിസ്കസ് ചെയ്യാം. Define boil point or boil temperature എന്നുള്ളതാണ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ boil point അല്ലെങ്കിൽ boil temperature എന്ന് പറയുന്ന എന്താണ് അത് നമുക്ക് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ അതിൽ നമ്മൾ തൊട്ട് മുൻപ് വരെ ഡിസ്കസ് ചെയ്തത് കംപ്രസിബിലിറ്റി ഫാക്ടറിൻ്റെ ഒക്കെ ഗ്രാഫാണ് നമ്മൾ കണ്ടത്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇവിടെ നമ്മൾക്ക് കംപ്രസിബിലിറ്റി ഫാക്ടർ എഗെയിൻസ്റ്റ് പ്രഷർ ആയിട്ടുള്ള ഒരു ഗ്രാഫ് തന്നെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുൻപത്തെ ടോപ്പിക്കിൽ നമ്മൾ ഇഫക്റ്റ് ഓഫ് പ്രഷർ ഓൺ ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇവിടെ നമ്മൾ ടെമ്പറേച്ചറിൻ്റെ ഇഫക്റ്റാണ് നോക്കുന്നത്, അതായത് ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ. അപ്പോൾ ഇവിടെ Z against pressure graph of nitrogen at a different temperature-ലുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഗ്രാഫിൽ കാണുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഗ്രാഫിൻ്റെ നേച്ചർ, ഇപ്പോൾ എക്സ് ആക്സിസിൽ പ്രഷറും വൈ ആക്സിൽ കംപ്രസിബിലിറ്റി ഫാക്ടർ എടുത്തു. Z = 1 ഐഡിയൽ ഗ്യാസിൻ്റെ ഗ്രാഫ് കാണുന്നുണ്ട്. പിന്നെ ടെമ്പറേച്ചർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് പലതരത്തിലുള്ള ഡീവിയേഷൻ, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള ഡീവിയേഷൻ നമുക്ക് ഗ്രാഫിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ ഗ്രാഫിൽ കാണുന്ന നേച്ചറും നമുക്ക് നോക്കാം. അറ്റ് ലോ ടെമ്പറേച്ചർ ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ ഈസ് മോർ, അല്ലേ? ലോ ടെമ്പറേച്ചർ -70 ഡിഗ്രി സെൽഷ്യസിലേക്ക് വരുമ്പോൾ എന്താണ് ലോ ടെമ്പറേച്ചറായി, അല്ലേ? അപ്പോൾ ഡീവിയേഷൻ ലൈൻ, അതായത് ഐഡിയൽ ഗ്യാസിൻ്റെ ലൈനിൽ നിന്ന് വളരെയധികം ഡീവിയേറ്റ് ചെയ്ത്, നെഗറ്റീവായിട്ട് ഡീവിയേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു ലൈൻ കാണുന്നത്. ഇനി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും മിനിമം ഇൻ ദ കർവ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ആദ്യത്തെ ലോ ടെമ്പറേച്ചറിൽ ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് ഒരു മിനിമത്തിലെത്തുന്നുണ്ട്. മിനിമത്തിലെത്തിയതിന് ശേഷം പിന്നെ അത് ഇൻക്രീസ് ചെയ്യണു, ഐഡിയൽ ഗ്യാസിൻ്റെ ലൈൻ ക്രോസ് ചെയ്ത് പോകുന്നു, അല്ലേ? ഇനി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ മിനിമം ഇൻ ദ കർവ് ഡിക്രീസ് ചെയ്ത് വരുന്നു. മിനിമം കർവ് ഡിക്രീസ് ചെയ്ത് അറ്റ് 50 ഡിഗ്രി സെൽഷ്യസ് എത്തിയപ്പോൾ നോ മിനിമം ഇൻ ദ കർവ് ആൻഡ് ദ കർവ് ഓൾമോസ്റ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ എബവ് ദി ഐഡിയൽ ഗ്യാസ് കർവ്. ഐഡിയൽ ഗ്യാസ് കർവിനോട് അടുത്തായിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനോട് കൂടിയിട്ടുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് അറ്റ് 50 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് കിട്ടിയത്, അല്ലേ? അപ്പോൾ ഇവിടെ 50 ഡിഗ്രി സെൽഷ്യസിൽ, അപ്പോൾ നമുക്ക് പറയാം ഇവിടെ ടെമ്പറേച്ചർ എങ്ങനെയായിരുന്നു? ഹൈ ടെമ്പറേച്ചർ, അല്ലേ? അതായത് അറ്റ് ലോ പ്രഷർ, ആ ഒരു കണ്ടീഷൻ നമ്മൾ മുൻപേ ഡിസ്കസ് ചെയ്തു. അറ്റ് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസ് സിമിലർ ടു ഐഡിയൽ ഗ്യാസ് ആൻഡ് ഇറ്റ് ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അങ്ങനൊരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താം. അറ്റ് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസ് സിമിലർ ടു ഐഡിയൽ ഗ്യാസ് ആൻഡ് ഇറ്റ് ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അപ്പോൾ നമുക്കതിനെ നമുക്കൊരു ഗ്രാഫിക്കലായിട്ട് നമുക്ക് കാണാം. അതാണ് പ്രഷർ. ഈ ഗ്രാഫ് തന്നെ ലോ ടെമ്പറേച്ചറിൽ ഗ്രാഫിൻ്റെ ഡീവിയേഷൻ ഒരു മിനിമത്തോടു കൂടി നെഗറ്റീവ് ഡീവിയേഷനോട് കൂടിയിട്ടുള്ളൊരു ഗ്രാഫാണ്. ഇനി ഹയർ ടെമ്പറേച്ചറിൽ അതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. ഇനി ഇവിടെ നമ്മൾ കാണുന്ന ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലേ? ഇതാണ് പെർഫെക്റ്റ് ഗ്യാസിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ബോയിൽ ടെമ്പറേച്ചർ കാണുന്നുണ്ട്. ആ ഒരു ടെമ്പറേച്ചർ എന്താണെന്നാണ് നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാനുള്ളത്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്, അല്ലേ? അതായത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ, അതായത് ഫോർ നൈട്രജൻ്റെ കേസ് എടുക്കാം നമുക്ക്. അറ്റ് 50 ഡിഗ്രി സെൽഷ്യസിൽ ഇറ്റ് ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, അതായത് ബോയിൽസ് ലോ, അല്ലേ? ഫ്രം അല്ലെങ്കിൽ ചാൾസ് ലോ എന്നെങ്കിലും പറയാം നമുക്ക്, അല്ലേ? ബോയിൽസ് ലോ, ചാൾസ് ലോ, അവോഗാഡ്രോ, ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ കിട്ടുന്നത്. അപ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്ക് പറയാം ബോയിൽസ് ലോനെ ഒബേ ചെയ്യുന്നു, അല്ലേ? ഫ്രം 0 to 100 അറ്റ്മോസ്ഫിയർ, ഒരു പർട്ടിക്കുലർ റേഞ്ച് ഓഫ് പ്രഷറിലാണ് ഈ പറയുന്ന ഐഡിയൽ ഗ്യാസിൻ്റെ നേച്ചർ റിയൽ ഗ്യാസസ് കാണിക്കുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ 50 ഡിഗ്രി സെൽഷ്യസിൽ വിത്തിൻ എ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ 0 to 100 അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ അതെന്ത് കാണിക്കുന്നു? ഐഡിയൽ ഗ്യാസ് നേച്ചർ. ഇതിനെയാണ് നമ്മൾ ബോയിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ബോയിൽ ടെമ്പറേച്ചറാണ് ഈ ഗ്രാഫിൽ നമുക്ക് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു ഇടയിലുള്ള ഒരു റേഞ്ച് ഓഫ് പ്രഷറിൽ കാണിക്കുന്ന ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് റിയൽ ഗ്യാസ് ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഓവർ ആൻ അപ്രീഷിയബിൾ റേഞ്ച് ഓഫ് പ്രഷർ ഈസ് കോൾഡ് ബോയിൽ ടെമ്പറേച്ചർ ഓർ ബോയിൽ പോയിന്റ്.
അപ്പോൾ അതാണ് ബോയിൽ ടെമ്പറേച്ചർ. അപ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്നു അല്ലെങ്കിൽ ബോയിൽസ് ലോ ഒബേ ചെയ്യുന്നു എന്നുള്ള ഒരു രീതിയിൽ നിന്നാണ് ബോയിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബോയിൽ പോയിന്റ് എന്നുള്ള പേര് അതിന് വന്നിട്ടുള്ളത്. അപ്പോൾ മനസ്സിലായല്ലോ, പർട്ടിക്കുലർ ടെമ്പറേച്ചർ അറ്റ് വിച്ച് റിയൽ ഗ്യാസ് ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഓവർ ആൻ അപ്രീഷിയബിൾ റേഞ്ച് ഓഫ് പ്രഷർ ഈസ് കോൾഡ് ബോയിൽ ടെമ്പറേച്ചർ ഓർ ബോയിൽ പോയിന്റ്. ഈ ബോയിൽ ടെമ്പറേച്ചർ ബോയിൽ പോയിന്റ് എന്താണ്? ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഈച്ച് ഗ്യാസ് അല്ലേ. അതായത് ഇവിടെ നൈട്രജന് 50 ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്ക് കണ്ടത് അല്ലേ. ഇനി അതൊരു എന്താണ് ഹൈഡ്രജൻ ആണെങ്കിൽ അത് -165 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഹീലിയം ആണെങ്കിൽ -240 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഓരോ ഗ്യാസിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താണ് നമുക്ക് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ബോയിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബോയിൽ പോയിന്റ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ലിക്വിഫേഷൻ ഓഫ് ഗ്യാസസ്. അതായത് ഗ്യാസസ് ക്യാൻ ബി ലിക്വിഫൈഡ് ബൈ ലോവറിങ് ദി ടെമ്പറേച്ചർ ആൻഡ് ഇൻക്രീസിങ് ദ പ്രഷർ. നമുക്കറിയാവുന്ന കാര്യം. അപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ് എന്താണെന്ന്. അപ്പോൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ് എന്നുള്ള ടോപ്പിക്ക് പറയുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഏതൊരു സബ്സ്റ്റൻസിൻ്റെയും പ്രഷർ, വോളിയം, ടെമ്പറേച്ചറിനെ പറ്റി, അതായത് ആ സബ്സ്റ്റൻസ് ഗേഷ്യസ് സ്റ്റേറ്റിലും ലിക്വിഡ് സ്റ്റേറ്റിലും അവയുടെ പ്രഷർ, വോളിയം അതുപോലെ ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡാറ്റ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളത് തോമസ് ആൻഡ്രൂസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഐസോതേംസ് ധാരാളം പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് അറ്റ് വേരിയസ് ടെമ്പറേച്ചറിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് റിയൽ ഗ്യാസസ് ബിഹേവ് ഇൻ ദ സെയിം മാനർ ആസ് കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് ഹൈ ടെമ്പറേച്ചറിൽ ഈ ഐസോതേംസ് നോക്കിക്കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിൽ ഇറ്റ് ലുക്ക് ലൈക്ക് എൻ ഐഡിയൽ ഗ്യാസ് അല്ലേ. ഇനി ദ ഗ്യാസ് കനോട്ട് ബി ലിക്വിഫൈഡ് അറ്റ് വെരി ഹൈ പ്രഷർ. ഹൈ പ്രഷറിലേക്ക് ആവുന്തോറും എന്താണ് ലിക്വിഫൈ ചെയ്യുന്നില്ല ഗ്യാസ്. ഈ ടെമ്പറേച്ചർ ലോവർ ആവുന്തോറും ഷേപ്പ് ഓഫ് ദ കർവ് ചേഞ്ചസ് ആൻഡ് ഇറ്റ് ഈസ് ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിൽ അറ്റ് 30.98 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് റിമെയിൻ ഏസ് ഗ്യാസ്. എവിടം വരെ? അപ് ടു 73 അറ്റ്മോസ്ഫിയറിക് പ്രഷർ വരെ. അറ്റ് 73 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ദ ലിക്വിഡ് കാർബൺ ഡൈ ഓക്സൈഡ് അപ്പിയേഴ്സ് ഫോർ ദി ഫസ്റ്റ് ടൈം. അപ്പോൾ അവിടെ വെച്ച് ലിക്വിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഗേഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കടക്കുന്ന ആ ഒരു പ്രഷറാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ 73ലാണ്. മനസ്സിലായി? അപ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞു 30.98 ഡിഗ്രി. ആ ടെമ്പറേച്ചറിനെയാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. അതായത് ദ ഹയസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ സബ്സ്റ്റൻസ് ക്യാൻ എക്സിസ്റ്റ് ആസ് എ ലിക്വിഡ്. ദാറ്റ് പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ടെമ്പറേച്ചർ ഈസ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പോൾ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിൽ ദ ടെമ്പറേച്ചർ 30.98 ഡിഗ്രി സെൽഷ്യസ് ഈസ് കോൾഡ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. That is, this is the highest temperature at which liquid carbon dioxide is observed. Liquid carbon dioxide observe ചെയ്യാനായിട്ട് തുടങ്ങി അല്ലേ. Above this temperature it is gas. അതിന് മുകളിലുള്ള ടെമ്പറേച്ചറിൽ അതെന്താണ്? ഗേഷ്യസ് സ്റ്റേറ്റിലാണ് അല്ലേ. വോളിയം ഓഫ് 1 mole of the gas at a critical temperature is called critical volume. അതുപോലെ തന്നെ നമുക്ക് പറയാം pressure at this critical temperature is called critical pressure. അപ്പോൾ VC PC അങ്ങനെയാണ് നമ്മളതിനെ മാർക്ക് ചെയ്യുന്നത്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് TC എന്നും പറയും അല്ലേ. ഇനി ഇത് ഈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ പ്രഷർ, ക്രിട്ടിക്കൽ വോളിയം ആർ കോൾഡ് ക്രിട്ടിക്കൽ കോൺസ്റ്റൻറ്റ്. ഈ മൂന്നിനെ നമ്മൾ ക്രിട്ടിക്കൽ കോൺസ്റ്റൻസ് എന്നാണ് പറയുക. അപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ് എന്നുള്ളത് മനസ്സിലായല്ലോ. ദ ഹയസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഇവിടെ എക്സാമ്പിൾ നമുക്ക് പറയാം കാർബൺ ഡൈ ഓക്സൈഡ് ക്യാൻ എക്സിസ്റ്റ് ആസ് എ ലിക്വിഡ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് is first observed. That characteristic temperature is called critical temperature. മനസ്സിലായല്ലോ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് എബവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് കനോട്ട് ബി ലിക്വിഫൈഡ്. മനസ്സിലായല്ലോ. അത് ഗ്യാസ് ആയിട്ട് തന്നെ നിൽക്കും. ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇനി 2 ക്വസ്റ്റ്യൻസ് ആണ് അതുമായിട്ട് റിലേറ്റ് ചെയ്തത്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് അമോണിയ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആർ 405.5 Kelvin and 304 Kelvin respectively. On cooling these gases from 500 Kelvin നിന്ന് നമ്മൾ കൂൾ ചെയ്യാണ്.
വിച്ച് ഗ്യാസ് വിൽ ലിക്വിഫൈ ഫസ്റ്റ്? ആദ്യം ആരാണ് ലിക്വിഫൈ ചെയ്യുക? ഇൻസ്റ്റഡ് നമുക്ക് പറയാം അമോണിയാണ്. ബിക്കോസ് ഇറ്റ്സ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വിൽ ബി റീച്ച്ഡ് ഫസ്റ്റ്. ഹൈ ആയിട്ടുള്ളത് ആരാണ്? നമ്മുടെ അമോണിയാണ്. അപ്പോൾ അതിനെ നമ്മൾക്ക് കൂൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ലിക്വിഫൈ ചെയ്യുന്നത് അമോണിയാണ്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ സം ഗ്യാസ് ആർ ഗിവൺ ബിലോ. ഇതിൽ നമുക്ക് 298 കെൽവിനിൽ നിന്നാണ് നമ്മൾ കൂൾ ചെയ്യുന്നത്. വിച്ച് വൺ വിൽ ലിക്വിഫൈ ഫസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്സിജൻ ആണ് വരിക. ഓക്സിജൻ വിൽ ലിക്വിഫൈ, ഇറ്റ്സ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വിൽ ബി റീച്ച്ഡ് ഫസ്റ്റ്. അതാണ് ഏറ്റവും ആദ്യം നമ്മൾ പറയുന്നത് 154.3. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള ഇതിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വരുന്നത്. അപ്പോൾ ഹയസ്റ്റ് ആയിട്ടുള്ളത് ആരാണോ അതിനെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ലിക്വിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടോപ്പിക്ക് നോക്കാം. വേപ്പർ പ്രഷറുമായിട്ട് റിലേറ്റ് ചെയ്താണ് അടുത്ത ടോപ്പിക്. അപ്പോൾ ഇവിടെ നമുക്ക് വേപ്പർ പ്രഷർ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസിന് മുമ്പ് അതിൻ്റെ തിയറി പാർട്ടൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഇവാപ്പറേഷൻ്റെയും അതുപോലെ കണ്ടൻസേഷനും നടക്കുന്ന ഒരു പിക്ചറാണ് കാണിച്ചിട്ടുള്ളത് അല്ലേ. നമുക്ക് ഇവാപ്പറേറ്റ് ചെയ്ത് പോവാണ് ആദ്യത്തെ പിക്ചറിൽ. ഇവാപ്പറേഷൻ നടന്നു കഴിഞ്ഞ ഉടനെ തന്നെ ക്ലോസ്ഡ് കണ്ടെയ്നറിലാണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ ഇവാപ്പറേഷൻ നടന്ന ഉടനെ തന്നെ അവിടെ കണ്ടൻസേഷൻ നടക്കും അല്ലേ. കുറേ ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറും. പിന്നെ സെക്കൻഡ് പിക്ചറിൽ ഒരു പാർട്ടിക്കിൾ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു എയറോ മാത്രം കാണിക്കുന്നു. പിന്നെ അവ തമ്മിൽ എന്ത് വരുന്നു? ഒരു ഇക്വിലിബ്രിയം എത്തുന്നു അല്ലേ. ഇവാപ്പറേഷനും അതുപോലെ കണ്ടൻസേഷൻ പ്രോസസ്സും തമ്മിലൊരു ഇക്വിലിബ്രിയത്തിൽ എത്തുന്നു. ഇനി അടുത്ത പിക്ചറിൽ കാണുന്ന അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നതാണ്. അപ്പോഴുണ്ടാകുന്ന ആ പ്രഷറിനെയാണ് നമ്മൾ വേപ്പർ. അതായത് ഇക്വിലിബ്രിയം പ്രഷർ ഈസ് റീച്ച്ഡ് ഇൻ എ ക്ലോസ്ഡ് കണ്ടെയ്നർ ബിറ്റ്വീൻ മോളിക്യൂൾസ് ലീവിംഗ് ദ ലിക്വിഡ് ആൻഡ് ഗോയിങ് ഇൻ ടു ഗേഷ്യസ് ഫേസ് ആൻഡ് മോളിക്യൂൾ ലീവിംഗ് ദ ഗേഷ്യസ് ഫേസ് ആൻഡ് എൻറ്ററിംഗ് ടു ദ ലിക്വിഡ് ഫേസ്. ആൻ ഇക്വിലിബ്രിയം ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബിറ്റ്വീൻ ദ ലിക്വിഡ് phase and vapor phase. Vapor phase at this stage is known as equilibrium vapor pressure or saturated vapor pressure. It depends on the nature of the liquid and the temperature. That is, as the temperature increase, vapor pressure is also increase. ഇനി അടുത്ത ഒരു പിക്ചർ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബോയിൽ ചെയ്യുന്ന പിക്ചറും കാണിക്കുന്നുണ്ട് അല്ലേ, അറ്റ്മോസ്ഫിയർ. ഇവിടെ നമ്മുടെ വേപ്പർ പ്രഷർ അറ്റ് പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോഴാണ് നമ്മുടെ ലിക്വിഡ് എന്ത് ചെയ്യാൻ തുടങ്ങുക? ബോയിൽ ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനെയാണ് നമ്മൾ എന്താണ് ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ ബോയിലിംഗ് ടെമ്പറേച്ചർ എന്ന് നമ്മൾ പറയുന്നത്. ബോയിലിംഗ് പോയിന്റ് നേരത്തെ നമ്മൾ കണ്ടത് ബോയിൽ പോയിന്റ് അല്ലെങ്കിൽ ബോയിൽ ടെമ്പറേച്ചർ. ഇവിടെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയർ പ്രഷർ. അവിടെ എത്തുമ്പോൾ നമ്മുടെ സബ്സ്റ്റൻസ് എന്ത് ചെയ്യാൻ തുടങ്ങും? ബോയിൽ ചെയ്യാൻ തുടങ്ങും. അതിനെയാണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ നോർമൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് എ ലിക്വിഡ് എന്നുള്ളതാണ്. അതായത് എന്താണ് ബോയിലിംഗ് പോയിന്റ് നമുക്ക് എഴുതാം. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് ഈസ് ഈക്വൽ ടു എക്സ്റ്റേണൽ പ്രഷർ ഈസ് കോൾഡ് ബോയിലിംഗ് ടെമ്പറേച്ചർ ഓർ ബോയിൽ പോയിന്റ്. അറ്റ് 1 atmospheric പ്രഷർ ബോയിൽ ടെമ്പറേച്ചറിനെ നമ്മൾ നോർമൽ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയും. ഇഫ് പ്രഷർ ഈസ് 1 bar ആണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ദി ലിക്വിഡ് എന്ന് പറയും. ഇപ്പോൾ രണ്ട് തരത്തിൽ നമ്മൾ പറയും ബോയിലിംഗ് പോയിന്റ്. നോർമൽ ബോയിലിംഗ് പോയിന്റും സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയും. ദ നോർമൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇസ് 100 degrees Celsius ആണ്. സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിന്റ് ഈസ് 99.6. അപ്പം 1 atmospheric പ്രഷറിലാണ് നമ്മൾ 100 degrees Celsius പറയണത്. സ്റ്റാൻഡേർഡ് അതായത് 1 bar പ്രഷറിലാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിന്റ് പറയുന്നത്. സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ദി ലിക്വിഡ് ഈസ് സ്ലൈറ്റ്ലി ലോവർ ദാൻ ദി നോർമൽ ബോയിലിംഗ് പോയിന്റ്. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബിക്കോസ് 1 bar പ്രഷർ ഈസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ 1 atmospheric പ്രഷർ. എന്താണ് 1 bar പ്രഷർ? 1 atmosphere പാസ്കൽ യൂണിറ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 bar പ്രഷർ എന്ന് പറയുന്നത് 1 × 10⁵ ആണ്. മറ്റേത് 1.01325 ഉണ്ട്. അപ്പോൾ 1 bar പ്രഷർ സ്ലൈറ്റ്ലി ലെസ് ദാൻ ദി 1 atmosphere ആണ്. അതുകൊണ്ട് തന്നെ നോർമൽ ബോയിലിംഗ് പോയിന്റിലും സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിന്റിലും ഒരു സ്ലൈറ്റ് വേരിയേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഡിഫൈൻ നോർമൽ ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം. ദ ബോയിലിംഗ് പോയിന്റ് അറ്റ് 1 atmospheric പ്രഷർ ഈസ് കോൾഡ് നോർമൽ ബോയിലിംഗ് പോയിന്റ്. ഓക്കെ.